നീയാ ഞാനവിടെ കടക്കിൽ വരെ പോണ്ടാ. കടക്കില്ല? അവിടെ അവിടെ ഒരു ആളെ കാണണം. ഇത്രയും ദൂരം നടന്നു പോകൂ? സൈക്കിളിലാ വന്നത്. സൈക്കിൾ അവിടെ എത്തിയപ്പോ പഞ്ചറായി. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ ഓട്ടോ കാണാൻ കിട്ടും. ഒരുത്തങ്ങ് പൂക്കി വിചാരിച്ച്. ആണോ ചേട്ടാ? ഞാൻ ഒരു കാര്യം പറയാം, ഒന്ന് തോന്നല്ലേ. എന്തുവാ? വേണമെങ്കിൽ ഞാൻ ചെറിയൊരു ലിഫ്റ്റ് തരാം. ഇതിലൊക്കെ ഇത്ര തോന്നാൻ എന്താടാ? നല്ല മനസ്സാടാ നിന്റെ. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാന്നൊക്കെ പറയുന്നത്. ചേട്ടാ ഒട്ടിക്ക്. ചേട്ടൻ ചവിട്ട് കേട്ടാ, ഞാൻ തള്ളാമേ. തള്ളു വണ്ടി തള്ളു. നീ അങ്ങനെ പണ്ട് പോലെ ഇങ്ങനെ ആളുകളെ സഹായിക്കുമായിരുന്നു? അത് ഇപ്പോഴാണ്? അല്ല, ഞാൻ പണ്ട് തൊട്ടേ ചേട്ടാ. എന്റെ അച്ഛനാണ് എനിക്ക് പഠിപ്പിച്ചെന്ന. ഓ, അത് നന്നായി. ഈ സൈക്കിൾ കൊള്ളാം കേട്ടോ. നീ എവിടെ നിന്ന് എടുത്താ? നമ്മളെ ഫേവറേറ്റ് ഇല്ലേ കടക്കലേന്ന്. തോണ്ട അവിടെയാണ്. ഓണ്ട നല്ല സൈക്കിള്. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാം ചേട്ടാ, പോവാം. ഹായ്, ഹലോ, നമസ്കാരം മച്ചന്മാരെ, വണക്കം. അങ്ങനെ അനു എന്നെ അകത്ത് കൊണ്ടുവന്ന് ആക്കിയേക്കുവാണ്. സൈക്കിളിൽ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. എന്നിട്ട് അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞ ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ ശല്യമൊന്നുമില്ല. ഞാൻ സമാധാനത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകണം. ഇന്നലെ തൊട്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടയ്ക്കൽ ഫെയറി ടെയിൽസിലാണ്. കടയ്ക്കൽ ഫെയറി ടെയിൽസിന് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ലേറ്റായി. എന്നാലും നമ്മളിത് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിന്നറിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്നാണ് വിന്നറിനെ കിട്ടിയേക്കുന്നത്. വിദ്യ അനിത എന്ന് പറയുന്ന പ്രൊഫൈലാണ് നമ്മുടെ വിന്നർ. നമ്മളിത് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ആളെ കണ്ടിട്ടില്ല. ആളിനെ കോൺടാക്ട് ചെയ്യാനുള്ള വഴികളൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആളിനെ തിങ്കളാഴ്ചക്കകത്ത് നമുക്ക് എന്തായാലും ആളുടെ നമ്പർ കിട്ടും. ഞങ്ങൾ ഇന്ന് തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആളിനെ എന്തായാലും കിട്ടിയില്ല. പക്ഷേ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആൾ അതിന് മുന്നേ നമ്മൾ മെസ്സേജ് ചെയ്യായിരിക്കും തിങ്കളാഴ്ചക്കകത്ത്. അത് നൈസായിട്ടുണ്ടല്ലേ? ഇത് തന്നെയാണ് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമാധാനം എന്ന് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വന്നിട്ട് പിന്നെ എല്ലാവരും ഒന്നും പറയത്തില്ല. അതുകൊണ്ട് എനിക്ക് സമാധാനമാണ് ഗൈസ്. അല്ലേനോ അതിന് കാണുന്നില്ല. ഇത്രയും സന്തോഷത്തിൽ തന്നെ അതിന് മുമ്പ് നീ കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. നീ എന്തിനത് പിടിച്ചേക്കുന്നത്? എന്ത് കാര്യത്തിന് നീ മൈക്ക് വെച്ചേക്കുന്നു? കടയ്ക്കൽ ഫെയറി ടെയിൽസിന്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആളിന് പരിചയം ഉണ്ടായിരിക്കും. എന്നാലും ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് വിജീഷ്. സ്റ്റോർക്ക് ഞാനാണ് നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, എനിക്ക് ആ പോപ്പീസിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നത്. ഇത് എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. പോപ്പീസിന്റെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു 800 സ്ക്വയർ ഫീറ്റ് വരുന്ന പോപ്പീസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. അതായത് കേരളത്തിലെ ഒരേ എസ് ഐ ഷോറൂമാണ്. സ്റ്റോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് നമുക്കുള്ള മാത്രമാണ്. പിന്നെ നമുക്ക് ബാക്കി എല്ലാ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്കിവിടെ കിഡ്സിന്റെ എല്ലാ സെഗ്മെന്റ്സും നമുക്ക് വരുന്നത്. അത് ബ്രാൻഡഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്യാനായിട്ട്. അതായത് ഇൻ കേസ് കളർ ഡാമേജോ അങ്ങനെ ഒന്നും ഇല്ലാതെ വാഷ് ചെയ്ത് ഫുള്ളി സെക്യൂർഡ് ആയിട്ട് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സസും ആൻഡ് ആക്സസറീസ് എല്ലാം എല്ലാ ബ്രാൻഡിന്റെയും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ഫ്ലോർസ് ആണുള്ളത്. 3 ഫ്ലോർസ് ആണ്. ഇത് നമുക്ക് പോപ്പീസിന്റെ ഡ്രസ്സ് വരുന്നത്. ഈ പോപ്പീസിന്റെ ഇത് മാത്രമാണ് ഈ ഫ്ലോറിൽ ഇത് വരുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് ടോയ്സസ് ഈ ഒരു ഫ്ലോറിൽ വരുന്നുണ്ട്. ടോയ്സ് ആണ്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ അതർ ബ്രാൻഡ്സിന്റെ ഇപ്പോൾ ഒറിഗെഡ് അല്ലെങ്കിൽ ലിറ്റിൽ ബി അങ്ങനെയുള്ള ബോൺബി എല്ലാ ബ്രാൻഡ്സിന്റെയും ഡ്രസ്സ് ആ ഒരു സെക്ഷനിലാണ് നമുക്ക് വരുന്നത്. അതിന്റെ തേർഡ് ഫ്ലോറിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് സൈക്കിൾസിന്റെ ഫയർഫോക്സ് 91 കാനൺ KTM ഉൾപ്പെടെ എല്ലാ ഒരു 10-15ഓളം ബ്രാൻഡുകളുടെ ഒഫീഷ്യൽ സ്റ്റോർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെലിവറി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് വരും. അതും നമ്മളെ വണ്ടികൾ എടുക്കുമ്പോഴത്തേക്ക് സൈക്കിളിനൊക്കെ നമുക്ക് ഓൺലൈൻ പ്രൈസിന്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് എടുക്കാനും പറ്റും. അത് മാത്രമല്ല നമുക്ക് EMI 1 രൂപ പോലും അടയ്ക്കാതെ നമുക്ക് അടുത്ത മന്തിലേക്ക് നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് പോകാനും പറ്റും. ഇതിനാണെങ്കിൽ ടോയ് കാർസിന് നമുക്ക് അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പൊ ബൈക്കിനായാലും ഇപ്പം നോർമലി പറയുകയാണെങ്കിൽ സൈക്കിളിനും വണ്ടികൾക്കും നമ്മൾ കൊടുക്കുന്ന 1 ഇയർ ഫ്രീ സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സൈക്കിളിന്റെ കേസിൽ 2 ഫ്രീ സർവീസ് ആണ്. പക്ഷേ ടോയ് കാർസ് പിള്ളേർ വളരെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമുക്ക് അൺലിമിറ്റഡ് സർവീസ് ആണ് നമുക്ക് 1 ഇയറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ 6 മാസത്തേക്ക് നമുക്ക് ബാറ്ററിക്കും മോഡേൺ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്. ഇപ്പം ഒരുവിധം മിക്ക വീടുകളിലും
ഈ ടോയ് കാർസ് ഓരോരുത്തർ മേടിച്ചിട്ട് സർവീസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഒരു മൂലയ്ക്ക് കിട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ നമ്പർ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് തന്നെ വളരെ നോർമലി റിപ്പയർ ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്പെയർ, അവർക്ക് ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ തന്നെ മാറാൻ പറ്റുന്ന സ്പെയർ, അങ്ങനെയുള്ള കംപ്ലൈൻസ് സത്യം പറഞ്ഞാൽ വണ്ടിയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കത് സർവീസിന്റെ എന്ത് ടിപ്പാണോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു വലിയ കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളൊരു 2 to 3 ഡേയ്സിൽ നമ്മളൊരു ക്യാമ്പയിൻ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 100 കസ്റ്റമേഴ്സിന് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫ്രീ മീൻസ് സർവീസ് ചാർജ് ആണ് ടോട്ടലി ഫ്രീ. സ്പെയറിന്റെ പൈസ മാത്രമാണ്. അത് സ്പെയർ എന്ന് വെച്ചാൽ വലിയ പൈസ ഇല്ല. അതായത് നമ്മൾ ഈ നോർമലി കാർസിൽ ഒരു ബാറ്ററിയുടെ കോസ്റ്റ് വരുന്നത് 350 രൂപ കോസ്റ്റ് ഉള്ളൂ. അങ്ങനെ 2 ബാറ്ററിയാണ് അതിന്റെ അകത്ത് വരുന്നത്. ഒരു സ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വെറും 50 രൂപയെ കോസ്റ്റ് ഉള്ളൂ ഒരു റീപ്ലേസ്മെന്റിനായിട്ട്. അത് വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ ഒരുപാട് റിപ്പയർ കോസ്റ്റ് ഒന്നും കൊടുക്കാതെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ റെഡിയാക്കി പറ്റും. വലിയ കേസാണ് ഇപ്പൊ കസ്റ്റമർ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് വന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡി ആയിക്കൊണ്ട് പോകാം. പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇതിപ്പോ ഡേറ്റ്സ് നിങ്ങൾ ഫൈനൽ ചെയ്തിട്ടുണ്ടോ? ഡേറ്റ് ഫൈനലൈസ് ചെയ്തില്ല. കോൺടാക്ട് ചെയ്ത് നമ്മളുമായിട്ടൊന്ന് ഫസ്റ്റ് നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും. അവർക്കുള്ള പ്രശ്നം അവിടെ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ കറക്റ്റ് ഒരു 100 കസ്റ്റമേഴ്സിന് ആകുമ്പോഴത്തേക്കാണ് നമ്മളൊരു 3 ദിവസത്തേക്ക് അവരെ സ്ലോട്ട് തിരിച്ച് നമ്മൾ കോൾ ചെയ്യുന്നത്. പിന്നെ നേരത്തെ എന്തോ പറയുന്നുണ്ട് നമ്മുടെ ഈ സൈക്കിളിന്റെ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഏതൊരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഒരു ഫ്രെയിം, തുരുമ്പെടുത്ത ഒരു ഫ്രെയിമിംഗ്, ഒരു നോർമൽ ഒരു ഫ്രെയിം, അതായത് കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് എടുക്കാനായിട്ട് മോട്ടിവേഷൻ എന്നുള്ള രീതിക്ക്. കുട്ടിയാണ് തറയിൽ വീണു, ഞങ്ങൾ അവളെ കണക്കിരിക്കുന്ന കോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ മാറ്റി വെച്ചേക്കുമായിരുന്നു. അതെ, ഒരു കസ്റ്റമർക്ക് എടുക്കാൻ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ വെറും ഒരു ഫ്രെയിം കൊണ്ടുവന്നാൽ പോലും അതിന് പോലും നമുക്കൊരു മാക്സിമം വിലയിട്ട് നമുക്കുള്ള, അതായത് ഓഫർ പ്രൈസും കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ അകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഏത് സൈക്കിളും നമുക്ക് ഏത് സൈക്കിളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ ഗിവ് അവേയില് നമ്മൾ കൊടുത്തിരുന്ന ബ്ലാക്ക് ബെൻസ് ആണ്. ആ ബെൻസിന്റെ ഓണറെ നമ്മൾ കിട്ടിയിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആള് വരും. അപ്പൊ ആള് വരുമ്പോഴത്തേക്കും മിക്കവാറും നെക്സ്റ്റ് വീക്ക് വന്ന് അവരത് കളക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയുള്ള ഒരു മറ്റൊരു റിലേ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്ത് പോകും എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങൾക്ക് വന്നിട്ട് പോകാനുള്ള പെട്രോളിന്റെ പൈസ വണ്ടിയിൽ തന്നെ അടിച്ചു തന്നാൽ ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. ലെനക്ക് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ലെനയുടെ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അത് നല്ലൊരു ഐഡിയ ആയിരുന്നുണ്ട്. അത് പിന്നെ ഞങ്ങൾക്കൊരു സൈക്കിൾ നമ്മൾ അവിടെ നിന്ന് ചവിട്ടി വരായിരുന്നു അല്ലേ, കൊണ്ടുപോകാം. ഇലക്ട്രിക് നമ്മൾ ആ വീഡിയോ നല്ല ഒരുപാട് പേര് ചോദിച്ച് എൻക്വയറീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് സൈക്കിളിന്റെ പരിപാടി ഉണ്ട് ഇവർക്ക് ഇവിടെ. അത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സൈക്കിളാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഈ ഒരു സ്പെക് റേഞ്ചിൽ നമുക്ക് വേറെ സൈക്കിളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പ്രൈസ് ബേസ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് ഗിയർ സൈക്കിൾ ഇത് വരുന്നത്. അതായത് നമുക്ക് 21 ഗിയർ ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. 73 ഒറിജിനൽ ഷിമാനോ തന്നെയാണ്. പോരാത്തതിന് നമുക്ക് 12 വേറൊരു ബ്രാൻഡിൽ നമുക്ക് അലൂമിനിയം ഫ്രെയിം വരുന്നില്ല. ഇത് ഫുള്ളി അലൂമിനിയം ഫ്രെയിം വരുന്ന ഒരു സൈക്കിളാണ്. പിന്നെ ഫ്രണ്ട് ബാക്ക് ഡിസ്ക് വിത്ത് സസ്പെൻഷൻ ആണ്. പിന്നെ ഇന്റേണൽ കേബിൾ റൂട്ടിങ്ങും പോരാത്തതിന് 5 ഇയർ ഫ്രെയിം വാറന്റിയാണ് വരുന്നത്. 5 ഇയർ ഫ്രെയിം വാറന്റി വളരെ ലൈറ്റ് വെയിറ്റ് സൈക്കിളുമായിട്ടാണ് ഇത് വരുന്നത്. അതായത് ഒരു നോർമലി എല്ലാ സ്പെക്കും നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഫെയറി ടെയിൽസ് എവിടെയാണെന്ന് മറക്കണ്ട, കടക്കിലാണ്. കടക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ MC റോഡിൽ നിന്ന് വളരെ അടുത്താണ്. MC റോഡിൽ നിന്ന് നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് കുറച്ച് അകത്തോട്ട് വന്നാൽ എത്ര 4-5 കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് അകത്തേക്ക് വന്നാൽ നമുക്ക് കടക്കിലെത്തും. അടിപൊളി ഒരു ഷോപ്പാണ്.